Van de Graaff electrostatic generator. It is a device used to create static electricity and make it for experimentation. പരീക്ഷണങ്ങൾക്ക് വേണ്ടി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വാൻ ഡെ ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ. അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വെരി ഹൈ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ ഓർഡർ ഓഫ് എ ഫ്യൂ മില്യൺ വോൾട്ട്. ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഉപകരണം ഉപയോഗിക്കാറുണ്ട്. ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനും വാൻ ഡെ ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ ഉപയോഗിക്കുന്നു. 1931 റോബർട്ട് ജെമേസൺ വാൻ ഡെ ഗ്രാഫ് എന്ന ഫിസിസ്റ്റാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ നിർമ്മിച്ചത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളെ ബേസ് ചെയ്താണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്പർ 1, ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്. കൊറോണ ഡിസ്ചാർജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്. ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിന് ചാർജിനെ എളുപ്പത്തിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിന് ചാർജസിനെ ഡിസ്ചാർജ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. ഇതാണ് കൊറോണ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. സെക്കൻഡ് വൺ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ. ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ഷെല്ലിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ ആ ചാർജുകൾ നമ്മൾ ആ കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കൂടിയിരിക്കാതെ ചാർജുകൾ ആ സ്ഫിയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. തുല്യ അകലത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കും. അപ്പം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ ആൻഡ് ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ് ആർ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. എങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ലാർജ് സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ ഈസ് മൗണ്ടഡ് ഓൺ ആൻ ഇൻസുലേറ്റർ കോളം. ഇവിടെ നോക്കുക, ഈ കാണിച്ചിരിക്കുന്ന മെറ്റൽ സ്ഫിയർ ഇതാണ് നമ്മൾ പറയുന്ന കണ്ടക്റ്റിംഗ് ഷെൽ എന്ന് പറയുന്നത്. ഈ സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് നമ്മൾ പറയുന്ന കണ്ടക്റ്റിംഗ് ഷെൽ. അതാണ് ഇവിടെ മെറ്റൽ സ്ഫിയർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. An insulating belt wound around two pulleys P1 and P2 driven by a motor moves in constant speed. ഇവിടെ രണ്ട് പുള്ളീസ് ഉണ്ട്. P1 എന്ന് പറയുന്ന ഒരു പുള്ളിയും P2. ഇതിനെ ചുറ്റി ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റ് അതാണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് പുള്ളീസിനെ ചുറ്റി അതാണ് P1 and P2. അവയെ ചുറ്റി ഒരു ബെൽറ്റ്, ഇൻസുലേറ്റിംഗ് ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് ഒരു മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ കറക്കും. മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ പുള്ളീസ് P1 എന്ന് പറയുന്ന പുള്ളി വർക്ക് ചെയ്യും. അപ്പോൾ അതിൽ ചുറ്റിയിരിക്കുന്ന ബെൽറ്റ് ഈ ഡയറക്ഷനിൽ ഇവിടുന്ന് അപ്വേർഡ് മോഷനിൽ മുകളിലേക്ക് പോകുന്നു. P2 എന്ന് പറയുന്ന പുള്ളിയിലെത്തുന്നു. വീണ്ടും അത് ഡൗൺവേർഡ് താഴേക്ക് എത്തുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻ ഇൻസുലേറ്റിംഗ് ബെൽറ്റ് വൗണ്ട് എറൗണ്ട് ടു പുള്ളീസ് P1 ആൻഡ് P2. P1നെയും P2നെയും ചുറ്റി ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റ് ഉണ്ട്. ഡ്രിവൺ ബൈ എ മോട്ടോർ മൂവ്സ് ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്. ഇതൊരു മോട്ടോറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു മോട്ടോർ കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ബെൽറ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു. മുകളിലെത്തിയതിനു ശേഷം ഇങ്ങനെ താഴേക്ക് വരുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ടു ഷാർപ്ലി പോയിന്റഡ് കോംസ് C1 ആൻഡ് C2 ക്ലോസ് ടു ദ ബെൽറ്റ് അറ്റ് ദ ബോട്ടം ആൻഡ് ടോപ്പ്. ഇവിടെ രണ്ട് കോംസ് ഉണ്ട്. C1 എന്ന് പറയുന്ന ഒരു കോം ആൻഡ് C2. ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടക്ടർ, ഷാർപ്ലി പോയിന്റഡ് കണ്ടക്ടേഴ്സ്. ഷാർപ്പ് പോയിൻറ്റ്സ് ചാർജിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോയിന്റഡ് ആയിട്ടുള്ള രണ്ട് കണ്ടക്ടേഴ്സാണ് കോം C1 ആൻഡ് C2. ഇനി C1 എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം എൻഡിലും C2 എന്ന് പറയുന്നത് ടോപ്പ് എൻഡിലുമാണ്. ഇത് വളരെ പ്ലേസ് വെരി ക്ലോസ് ടു ദ ബെൽറ്റ്. ബെൽറ്റിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കണ്ടക്ടേഴ്സ് C1 ഉം C2 കോംസ് സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ എ ഹൈ ടെൻഷൻ ബാറ്ററി HT, ഇവിടെ HT എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ടെൻഷൻ ബാറ്ററി സപ്ലൈസ് ചാർജ് ടു കോം C1. ഈ C1 എന്ന് പറയുന്ന കോം ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഹൈ ടെൻഷൻ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഒരു ലാർജ് സ്ഫെറിക്കൽ ഷെൽ ആണ് മെറ്റൽ സ്ഫിയർ എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ രണ്ട് പുള്ളീസ് ഉണ്ട്, P1 എന്ന് പറയുന്ന ഒരു പുള്ളിയും P2 എന്ന് പറയുന്ന ഒരു പുള്ളിയും. ആ P1നെയും P2നെയും ചുറ്റി ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റ് ഉണ്ട്. അവ ഒരു മോട്ടോറുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മോട്ടോർ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വർക്ക് ചെയ്യും, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ P1 എന്ന് പറയുന്ന പുള്ളി മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ബെൽറ്റ് കറങ്ങുന്നു. ബെൽറ്റിനോട് വളരെ അടുത്തായി C1 C2 എന്ന് പറയുന്ന രണ്ട് കണ്ടക്റ്റിംഗ് കോംസ് കണക്ട് ചെയ്തിട്ടുണ്ട്. C1 എന്നുള്ളത് ബോട്ടം എൻഡിലും C2 എന്ന് പറയുന്നത് ടോപ്പ് എൻഡിലും. C1 is connected to a high tension battery which supplies charges to the COM. കോമിന് ചാർജ് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഹൈ ടെൻഷൻ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യും. ഇനി ഈ C2 എന്ന് പറയുന്ന കോമ്പ് നമ്മുടെ മെറ്റൽ സ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ഷെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. എ ഹൈ ടെൻഷൻ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ കോം C1. ഹൈ ടെൻഷൻ ബാറ്ററി C1ുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് സ്പ്രേസ് ചാർജസ് ടു ദ ബെൽറ്റ്. അപ്പോൾ നമുക്കറിയാം ഹൈ ടെൻഷൻ ബാറ്ററി C1ന് ചാർജ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പോസിറ്റീവ് ചാർജ് ഈ ഹൈ ടെൻഷൻ ബാറ്ററി ഈ കോമ്പിലേക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞു ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കോമ്പിൻ്റെ ഷാർപ്പ് എൻഡഡ് ആയിട്ടുള്ള പോയിന്റിൽ വരുന്ന ചാർജുകൾ ഈ ബെൽറ്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം ആ കോമ്പിന് കിട്ടിയ ചാർജിനെ അത് ബെൽറ്റിലേക്ക് സപ്ലൈ ചെയ്യും, ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കും. ദീസ് ചാർജസ് ആർ ക്യാരിഡ് ബൈ ദ ബെൽറ്റ് അപ്വേർഡ്സ് ആസ് ഇറ്റ് റൺസ്. അപ്പം ബെൽറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നോക്കുക, ബെൽറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്, മുകളിലെത്തിയതിനു ശേഷം താഴേക്ക്. ഇങ്ങനെ ബെൽറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന സ്റ്റാറ്റിക് ചാർജ്, നമുക്കറിയാം ചാർജ് സ്റ്റാറ്റിക്കാണ്, റെസ്റ്റിലാണ്, അതിന് സ്വയം മൂവ് ചെയ്യാനുള്ള കഴിവില്ല. എന്നാൽ ബെൽറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഈ കൊടുത്ത ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് തന്നെയാണ് ഇവിടെ ബെൽറ്റിന് കിട്ടിയിരിക്കുന്ന ഈ ചാർജ്. ഇനി ബെൽറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ചാർജ് മുകളിലേക്ക് പോയി കോം C2-നടുത്ത് എത്തുന്നു. നോക്കുക, ഇവിടെ കൂടുതൽ ചാർജുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ചാർജ് നമ്മൾ ആദ്യം സപ്ലൈ ചെയ്ത ഈ പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഈ കോമ്പിലേക്ക് വന്നത്. ആ ചാർജ് തന്നെയാണ് ഈ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് അല്ല മുകളിലേക്ക് പോകുന്നത്, ബെൽറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ചാർജിൻ്റെ പൊസിഷൻസ് മൂവ് ചെയ്ത് ബെൽറ്റ് ഇവിടെ എത്തുമ്പോൾ ചാർജ് C2-ൻ്റെ ഫ്രണ്ടിലെത്തും. when the charge comes in front of form C2, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊടുത്ത ഈ ചാർജ് ബെൽറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് മൂവ് ചെയ്ത് ഈ C2 എന്ന് പറയുന്ന കോമ്പിന് അടുത്തെത്തി. then the charges are transferred to the sphere. ഈ കോമ്പ് ഇത് ഷാർപ്പ് പോയിൻ്റാണ്. ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ചാർജ്, ഈ പോസിറ്റീവ് ചാർജിനെ ഈ കോമ്പ് അട്രാക്റ്റ് ചെയ്യുകയും അത് ഈ മെറ്റൽ സ്ഫിയറിലേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈ ടെൻഷൻ ബാറ്ററിയിൽ നിന്ന് വന്ന പോസിറ്റീവ് ചാർജ് ഈ ബെൽറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഇവിടെ C2-ലെത്തി, C2 അതിനെ മെറ്റൽ സ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദീസ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ചാർജ് ഇവിടെ എത്തി, വീണ്ടും ഹൈ ടെൻഷൻ ബാറ്ററി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജിനെ സപ്ലൈ ചെയ്യുന്നു. ബെൽറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ചാർജ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ചാർജിനെ കോം C2 സ്വീകരിച്ച് മെറ്റൽ സ്ഫിയറിലേക്ക് കൊടുക്കും. മെറ്റൽ സ്ഫിയറിലേക്ക് ഇവിടെയാണ് ചാർജ് കൊടുക്കുന്നതെങ്കിലും ആദ്യത്തെ ചാർജ് ഇവിടെ ഇരിക്കുന്നു. രണ്ടാമത്തെ ചാർജ് വന്നു കഴിയുമ്പോഴേക്കും ഈ ചാർജ് എങ്ങോട്ട് മാറും, അടുത്തൊരു പോയിന്റിലേക്ക് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറും. ഇങ്ങനെ ഓരോ ചാർജും വരുന്നതനുസരിച്ച് ഈ മെറ്റൽ സ്ഫിയറിലേക്ക് ഇങ്ങനെ ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് നമ്മൾ സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ. അപ്പം രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡിസ്ചാർജിങ് ആക്ഷൻ നടക്കുന്നത് ഈ കോമ്പിനടുത്താണ്. ഇതാണ് ഷാർപ്ലി പോയിന്റഡ് കോംസ് എന്ത് ചെയ്യുന്നു, ചാർജസിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത് നമ്മൾ ഈ കൊടുക്കുന്ന ചാർജുകൾ, മെറ്റൽ സ്ഫിയറിലേക്ക് കൊടുക്കുന്ന ചാർജുകൾ യൂണിഫോമായിട്ട് അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, റൈസിങ് ഈസ് പൊട്ടൻഷ്യൽ ടു ഫ്യൂ മില്യൺ വോൾട്ട്സ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ബെൽറ്റ് കറങ്ങുന്നതനുസരിച്ച് ഹൈ ടെൻഷൻ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജുകൾ
ഈ മെറ്റൽ സ്ഫിയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മെറ്റൽ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ ഒരു ഹൈ വോൾട്ടേജിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയും. ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇത് വരയ്ക്കേണ്ടതില്ല. നമ്മൾ തൊട്ട് മുമ്പിൽ കാണിച്ചിരുന്ന ഡയഗ്രാമാണ് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കുക, ഇതാണ് നമ്മൾ പറഞ്ഞ മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത്. ഇതൊരു പൈപ്പാണ്, PVC ആണ്. ഇതാണ് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവിടെയുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക, ഇതൊരു വുഡൻ ബോർഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് വരുന്ന ചാർജുകൾ ഈ കൊടുക്കുന്ന ചാർജ് ഈ മെറ്റൽ സ്ഫിയറിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നോക്കുക, ഇതൊരു മോട്ടറാണ്. ഈ മോട്ടർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇത് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബെൽറ്റ് ഇതിൻ്റെ അകത്തൂടെ റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ പോയി താഴേക്ക് വരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് ചാർജ്. ഇതാണ് കോം കണക്ട് ചെയ്തിരിക്കുന്ന കോം. ഇത് നിങ്ങളെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നിരിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ ഡയഗ്രാം നന്നായിട്ട് വരച്ച് ഇതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് സ്ഥിരമായിട്ട് വാൻ ഡയഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ, അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരച്ച് വർക്കിംഗ് എഴുതാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.